ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച എല്ലാവിധ സൗകര്യങ്ങളുമുള്ള രാജാക്കാട് കൃഷിഭവൻ കെട്ടിടം സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുന്നു. നിലവിലുള്ള കൃഷിഭവൻ പ്രവർത്തിക്കുന്നതാകട്ടെ പരിമിതമായ സ്ഥലത്താണ്. അനാഥമായ കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടമാണ് ഇതുപോലെ കാടുകയറി നശിച്ചു കിടക്കുന്നത്. 1984 മന്ത്രിയായിരുന്ന PJ ജോസഫ് ഇടപെട്ടാണ് മുല്ലക്കാനത്തിന് സമീപം കൃഷിഭവൻ നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത്. എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം സൗജന്യമായി ലഭ്യമാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഏലത്തോട്ടമുടമയായ ജയശീലൻ നാടാർ എന്ന വ്യക്തി കൃഷിഭവൻ നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകി. ഇവിടെയാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചത്. പിന്നീട് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ പഞ്ചായത്തിലേക്ക് മാറ്റിയതോടെ കൃഷിഭവൻ ഓഫീസിന്റെ പ്രവർത്തനം പഞ്ചായത്തിനോട് ചേർന്നുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. ഇതോടെ മുല്ലക്കാനത്തെ പഴയ കൃഷിഭവൻ കെട്ടിടം അടച്ചുപൂട്ടി അനാഥമായി. മുല്ലക്കാനത്തുള്ള കൃഷിഭവന്റെ കെട്ടിടം വള്ളയും കാടും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആ കെട്ടിടത്തിന് ചുറ്റും പള്ള കയറി ആ കെട്ടിടത്തിൻ്റെ ജനലിലും കതകിലോട്ടൊക്കെ കയറി ആ ജനലും കതകുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിലുപരി അതിൻ്റെ വാർക്കകളെല്ലാം ഇത് പള്ള കയറി അടന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ കൃഷിഭവൻ്റെ കെട്ടിടത്തിൻ്റെ അടുത്ത് മഴമറ ഉണ്ടാക്കിയെങ്കിലും ആ മഴമറയും കാടും പള്ളയും കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി വെറുതെ കിടക്കുന്ന ഈ കോൺക്രീറ്റ് കെട്ടിടം സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഇടജന്തുക്കളുടെയും താവളമായി മാറി. കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരുമടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.